സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അവയെ ഈ കൽപ്പനകളെ നിന്റെ വീടിൻ്റെ കട്ടിലിന്മേലും പടിവാതിക്കലും എഴുതണം. ആവർത്തന പുസ്തകം 6-9 വാക്യം. വാതിൽപ്പടികളിൽ ദൈവത്തിൻ്റെ വാക്യങ്ങൾ എഴുതുന്ന പാരമ്പര്യം ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന നിന്ന് ഉരുത്തിരിഞ്ഞതായിരുന്നു. താൻ ആരാണെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു മാർഗമായി തൻ്റെ കൽപ്പനകൾ വാതിൽപ്പടികളിൽ രേഖപ്പെടുത്തുവാൻ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നിർദ്ദേശം നൽകി. അവൻ്റെ കൽപ്പനകൾ ഹൃദയത്തിൽ എഴുതുവാനും ആവർത്തന പുസ്തകം 6:6 അവ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാനും. വാക്യം 7 അവ അടയാളമായി കൈമേൽ കെട്ടുവാനും. വാക്യം 8 വീടിൻ്റെ കട്ടിലിന്മേലും പടിവാതിലുകളിലും എഴുതുവാനും. വാക്യം 9 അവരുടെ കൽപ്പന ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവവചനങ്ങളുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഇസ്രായേലർക്കുണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളെ അവിടുന്ന് അവനുമായിട്ടുള്ള ഉടമ്പടിയിൽ ഒരിക്കലും മറക്കാതിരിക്കാൻ അവർ അത് ചെയ്യേണ്ടിയിരുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും അവയുടെ അർത്ഥം നമ്മുടെ ഹൃദയങ്ങളിൽ നട്ടുകൊളർത്തുന്നതും തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വിശ്വസ്തതയിൽ ആശ്രയിപ്പാൻ ഒരു അടിത്തറ പണിയുവാൻ നമ്മെ സഹായിക്കും. ഹൃദയഭേദകമായ നഷ്ടത്തിൻ്റെയോ ദുരന്തത്തിൻ്റെയോ നടുവിൽ പോലും നമ്മെ ആശ്വസിപ്പാൻ ആ വചനങ്ങളിൽ കൂടെ അവന് കഴിയും. എപ്പോഴാണ് തിരുവെഴുത്ത് നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസം ആയിത്തീർന്നിട്ടുള്ളത്? അവൻ സത്യങ്ങൾ എങ്ങനെയായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനമായത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ പാത നയിക്കുന്ന തിരുവെഴുത്തുകൾക്ക് നന്ദി. അതിലെൻ്റെ അടിത്തറ കെട്ടിപ്പടുപ്പാൻ എന്നെ ഓർമ്മിപ്പിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആവത്തോളം രോഗദുഃഖം ദൈവം നമ്മെ കാത്തു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ ആഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തണം പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്ന ഒരു കൂടി. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.